Good morning, future managers. Welcome to our channel MBA Chaser. So, നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. നമ്മൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വീതം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഇപ്പം കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ലാഗ് വന്നായിരുന്നു. സോ ഇനി നമ്മൾ മാക്സിമം ദിവസം ഒരു വീഡിയോ വെച്ച് ഇടാൻ നോക്കുന്നതാണ്. മിനിമം ഒരു വീഡിയോ എങ്കിലും മാക്സിമം നമുക്ക് ഒരു 2 വീഡിയോസ് വെച്ച് ഇട്ട് ഗ്രാജുവലി ഇട്ടിട്ട് പോവാം അടുത്ത മാസം, ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ട് പോവാം. The Rajesh and the Vimal own 20 hectares and 30 hectares of an agricultural land. അപ്പം ഞാൻ എഴുതുകയാണ്, രാജേഷും നമ്മളെ വിമലിനും എത്ര 20 ഹെക്ടർ കൃഷി സ്ഥലമുണ്ട്. ഹെക്ടർ വിച്ച് ആർ എൻ്റർലി കവർ വിത്ത് ദി വീറ്റ് ആൻഡ് മസ്റ്റേർഡ്. മസ്റ്റേർഡും വീറ്റും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പം വീറ്റും മസ്റ്റേർഡും, ഇവിടെ വീറ്റും മസ്റ്റേർഡും. ദി കൾട്ടിവേഷൻ ഏരിയ ഓഫ് ദി wheat and mustard land owned by the Vimal are in the ratio 5:3. അപ്പോൾ അതിനുള്ള റേഷ്യോ എത്ര? 5:3 ആണ്. ദി ടോട്ടൽ നമ്പർ, അപ്പോൾ നമ്മളെ ടോട്ടൽ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ, അപ്പം 20 + 30 എത്ര? 50. 50 ഭൂമിയിൽ എത്ര വീറ്റും എത്ര മസ്റ്റേർഡും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എത്രയാണ്? 11:9. അപ്പോൾ നമ്മൾ എന്തോന്നാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളെ റേഷ്യോ 5:3. 5 എത്രയോ വാല്യൂ, 5x 3x. 5x എന്ന് നമ്മൾ എടുക്കുന്ന അറിയാമല്ലോ, നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അറിഞ്ഞുകൂടാത്തവർ കയറി കാണേണ്ടതാണ്. സോ നമ്മളെ ടോട്ടൽ ആകുമ്പം 5 + 3 എത്ര? 8 ആണെങ്കിൽ 8 ആണ് നമ്മളെ ടോട്ടലിൽ 30 ഹെക്ടർ ഉണ്ട്. അപ്പോൾ എന്തോന്ന് നമുക്ക് എഴുതാം? ഒരെണ്ണത്തിലാണെങ്കിൽ എത്ര? 30/8 എത്ര? 15 അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതാം. 30/8 എന്ന് പറയുന്നത് 8 ആണ്. 15/4 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മളെ വിമലിൻ്റെ W എന്ന് ഞാൻ എഴുതാണ്. വിമലിൻ്റെ വീറ്റിന് 5 × 15/4 നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തോന്ന് കിട്ടും? 75/4 എന്നും വിമലിൻ്റെ മസ്റ്റേർഡിന് എത്ര? 3 × 15/4 എന്നും കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 45/4 എന്ന് കിട്ടും. അതുപോലെ തന്നെ തന്നെ ഇവിടെ നോക്ക്, ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 20 എന്ന് പറയുന്നതാണ് നമ്മളെ 50 ഹെക്ടർ. അപ്പോൾ 1 എന്ന് പറയുന്നത് 5/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് വീറ്റ് എത്രയാണ്? 11 × 5/2. അപ്പോൾ എത്ര? 55/2. ടോട്ടൽ മസ്റ്റേർഡ് എത്രയാണ്? 9 × 5/2 എത്ര? 45/2 ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോന്ന് കണ്ടുപിടിക്കാം? നമ്മളെ മസ്റ്റേർഡ് ആരെ കണ്ടുപിടിക്കണം? റേഷ്യോ ഓഫ് ദി വീറ്റ് ആൻഡ് മസ്റ്റേർഡ് ഇൻ ദി ലാൻഡ് ഓഫ് രാജേഷിൻ്റെ കണ്ടുപിടിക്കണം. അപ്പം രാജേഷിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? ടോട്ടലിൽ നിന്ന് വിമൽ കുറച്ച് നമ്മളെ രാജേഷ് കിട്ടൂലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? RW എന്ന് എടുക്കാം. RW എന്ന് എടുത്താൽ ആർക്ക്? രാജേഷിൻ്റെ വീറ്റിന്. അപ്പോൾ അത് ടോട്ടൽ നമ്പർ ഓഫ് വീറ്റ് 55/2 മൈനസ് വിമലിൻ്റെ വീറ്റ് എത്രയാണ്? 75/4. അപ്പം നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? × 2 ചെയ്യും. അപ്പം 110 - 75/8 എന്ന് കിട്ടും. 8 അല്ല, 4 ആണ്. ഡിനോമിനേറ്റർ 4 അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തോന്ന് കിട്ടും? 35/4 എന്ന് കിട്ടും. അതാണ് നമ്മളെ രാജേഷിൻ്റെ വീറ്റ്. അപ്പം രാജേഷിൻ്റെ മസ്റ്റേർഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 45/2 - 45/4. അപ്പോൾ ഇത് ഡിനോമിനേറ്റർ 4 ആവാൻ വേണ്ടി ഞാൻ 2 × മേളിലും 2 ചെയ്തു. ഒരിടത്ത് മാത്രം നമുക്ക് 2 ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ മേളിലും ചെയ്തത്. അപ്പം 90/4 - 45/4 എന്ന് പറയുന്നത് എത്രയാണ്? 45/4 ആണ്. അപ്പം നമുക്ക് ഇതുവരെ കിട്ടിയ, അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? റേഷ്യോ ഓഫ് ആൻ വീറ്റ് ആൻഡ് മസ്റ്റേർഡ് ആണ്. വീറ്റ് ഈസ് ടു മസ്റ്റേർഡ് എന്ന് പറയുന്നത് 35/4 ഈസ് ടു 45/4. അപ്പോൾ ഈ 4ഉം 4ഉം കട്ട് ചെയ്ത് പോവാം. അടുത്ത് 35 ഈസ് ടു 45നെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? 5 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 7:9. അപ്പോൾ നമ്മളെ രാജേഷിൻ്റെ വീറ്റിൻ്റെയും മറ്റേ മസ്റ്റേർഡിൻ്റെയും ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യണ ലാൻഡ് എത്രയാണ്? റേഷ്യോ 7:9 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? പ്രോബ്ലം ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്, നമ്മൾ വീണ്ടും പറഞ്ഞു തരുന്നതാണ്.